ജനനായകൻ വി എസ് അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. സംസ്ഥാനം ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ യാത്രാമൊഴിക്കാണ് ഇന്നലെ ആലപ്പുഴ സാക്ഷ്യം വഹിച്ചത്. വലിയ ചുടുകാട്ടിൽ രാത്രി 9:15 സംസ്കാരം നടന്നത്. വലിയ ചുടുകാട്ടിൽ നിന്ന് ഷെഫീദ് റാവുത്തർ ചേരുന്നു. അതുപോലെ വേലിക്കകത്തെ വീട്ടിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി ചേരും. ആദ്യം ഷെഫീദിലേക്ക്. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. ഷെഫീദ്, ഒരു വലിയ മഴ പെയ്ത് തുറന്ന പോലെയാണ്, ഒരു വലിയ തലമുറ മാറ്റം നടക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഒരു കാലഘട്ടം കൂടി അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പെരുമഴക്കാലം സാക്ഷി വിപ്ലവീര്യം നിറഞ്ഞ മുദ്രാവാക്യങ്ങളോടെ വി എസ് അച്യുതാനന്ദൻ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടത്, അതായത് മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഈ യാത്ര ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ചത് മുതൽ ഇങ്ങോട്ടേക്ക് കേരളം വീരോചിതമായി വി എസ് അച്യുതാനന്ദൻ എന്ന് പറയപ്പെടുന്ന മനുഷ്യസ്നേഹിക്ക്, വി എസ് അച്യുതാനന്ദൻ എന്ന് പറയപ്പെടുന്ന സാമൂഹിക നന്മയ്ക്ക്, വി എസ് അച്യുതാനന്ദൻ എന്ന് പറയപ്പെടുന്ന ചേർത്തുപിടിക്കലിന് യാത്രയപ്പ് നൽകുന്നതാണ് നമ്മൾ കണ്ടത്. ഈ പോരാട്ടത്തിന്റെ നാളുകളിൽ വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള വിപ്ലവ സഖാക്കൾ അവർ നടത്തിയ പോരാട്ടത്തിന്റെ ഓർമ്മകൾ പോലെ, അവരുടെ സ്മരണകൾ പോലെ പുന്നപ്ര വയലാർ ഈ സ്മാരകത്തിൽ അവരുടെ പ്രിയപ്പെട്ട വി എസിന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം വി എസ് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. വി എസിന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള പുന്നപ്ര വയലാർ സമരത്തിനൊക്കെ മുൻപ് തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വി എസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യന് കഴിയും എന്ന് തിരിച്ചറിഞ്ഞ പി കൃഷ്ണപിള്ളയ്ക്ക് സമീപം, വി എസിന്റെ രാഷ്ട്രീയ ഗുരുവിന് സമീപം വി എസ് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. നമുക്കിന്ന് രാവിലെ മുതൽ ഇവിടേക്ക് ഈ മറ്റു ജില്ലകളിൽ നിന്ന് പോലും ഒറ്റയ്ക്കൊറ്റയ്ക്കായി വന്ന് വി എസ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അത് കാണാനെത്തുന്ന ആളുകളെ കാണാമായിരുന്നു. ഏതായാലും ഇന്നലെ ഇതിനോട് ചേർത്ത് പറയാൻ വലിയ ചുടുകാട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയിടത്താണ് വി എസിന്റെ അന്ത്യവിശ്രമം. നമുക്കറിയാം ഇന്നലെ ഇതിന്റെ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു സംഭവമുണ്ട്. അതായത് ഈ സാധാരണഗതിയിൽ പാർട്ടിക്കാർക്കും നേതാക്കൾക്കും വി എസിന്റെ ബന്ധുക്കൾക്കും മാത്രമായിരുന്നു ഈ വലിയ ചുടുകാട്ടിലേക്ക് പ്രവേശനമെന്നാണ് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ ആവർത്തിച്ച് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ കാര്യം. എന്നാൽ വി എസിന്റെ ഭൗതിക ശരീരം ഈ വലിയ ചുടുകാട്ടിലെ ഗേറ്റ് കടന്ന് അകത്തേക്ക് എത്തിയപ്പോൾ ഒരു കടൽ പോലെ ആർത്തിരമ്പി ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയ ജനക്കൂട്ടം തന്നെയാണ് വി എസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ കേരളത്തെ അടയാളപ്പെടുത്തിയത് എങ്ങനെ എന്നുള്ളത് പറയുന്ന കാര്യം. കാരണം അവർ ഈ പറയുന്ന നേതാക്കളുടെ വാക്കൊക്കെ ധിക്കരിച്ച് അതൊക്കെ ലംഘിച്ച് ഇവിടേക്കെത്തി ഈ പ്രത്യേകം തയ്യാറാക്കിയ വി എസിന്റെ ഇതിനു ചുറ്റും നിന്ന് വലിയ ഉച്ചത്തിൽ തൊണ്ടകീറും വിധത്തിൽ മുദ്രാവാക്യം മുഴക്കുന്നതടക്കം നമ്മൾ ഇന്നലെ കണ്ടു. അത്രത്തോളം വൈകാരികമായിരുന്നു വി എസ് എന്ന് ഇവിടെ തടിച്ചുകൂടി. അതായത് ഒരേ സമയം പുറത്ത് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അകത്തേക്ക് ഒഴുകിയെത്തിയ ഒരു കടൽ, ആ കടൽ നേതാക്കളെയും മറികടന്ന് ഈ ഭാഗത്ത് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടു. കാരണം അത്രത്തോളം ഉണ്ട് ആലപ്പുഴക്കാർക്ക്, അതിനപ്പുറത്തേക്ക് ഈ മറ്റു ജനങ്ങൾക്കൊക്കെ വി എസ് എന്നുള്ളത്. അതിൽ സ്ത്രീകളുണ്ടായിരുന്നു, സ്ത്രീകളടക്കം വി എസിനെ കാണുന്നത്. അപ്പോൾ പെരുമഴ പെയ്യുകയായിരുന്നു. കാരണം ഞാനിവിടെ നിൽക്കുമ്പോൾ നിൽക്കാൻ കഴിയാത്തത്ര രീതിയിൽ പെരുമഴ പെയ്യുകയായിരുന്നു. പെരുമഴയും വകവയ്ക്കാതെയാണ് അത്തരം ആളുകൾ ഇവിടേക്കെത്തി വി എസിന് മുദ്രാവാക്യം മുഴക്കിയത്. ആൾക്കൂട്ടം ഏതാണ്ട് അനുസ്മരണ സമ്മേളനവും കഴിഞ്ഞ് 12 മണി 1 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വി എസിന് നമ്മൾ നൽകുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത്. ഏതായാലും മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ദർബാർ ഹാളിൽ നിന്ന് യാത്ര ആരംഭിച്ച് തിരുവനന്തപുരം പിന്നിടാൻ മാത്രം ഏതാണ്ട് 9 മണിക്കൂറിലധികം സമയമെടുത്തു. ശേഷം കൊല്ലത്തേക്ക് കടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് കൊട്ടിയത്തും പാരിപ്പള്ളിയിലും അതേപോലെ തന്നെ കൊല്ലത്തും ഓച്ചിറയിലും കരുനാഗപ്പള്ളിയിലുമൊക്കെ കടലായിരുന്നു, ജനലക്ഷങ്ങളായിരുന്നു. അതിനുശേഷം ആലപ്പുഴ ബോർഡർ പതുക്കെ കടക്കുമ്പോൾ കായംകുളത്തുൾപ്പെടെ വലിയ തരത്തിലുള്ള ആളുകൾ, വി എസിനെ സ്നേഹിക്കുന്നവരുടെ പ്രിയപ്പെട്ടവർ, എന്നെങ്കിലും ഒരിക്കൽ നേരിട്ടല്ലെങ്കിലും വി എസിന്റെ സ്നേഹത്തിന് വിധേയമായിട്ടുള്ള ആളുകൾ, അവരൊക്കെ വി എസിനെ കാണാൻ അവസാനം അവർ നോക്കാനും എത്തിയത് നമ്മൾ കണ്ടു. അങ്ങനെ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്ന ആലപ്പുഴയിൽ നമ്മൾ ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ ഒരു ചെങ്കൊടിയും താണ്ടി ഇങ്ങനെ നടന്നുപോയൊരു വയോധികയെ നമ്മൾ കണ്ടു. അപ്പോൾ അത്രത്തോളം ഉണ്ടായിരുന്നു വി എസ് ആർക്കൊക്കെ എന്നുള്ള കാര്യം അത് വ്യക്തമാക്കുന്നതായിരുന്നു ആ ദൃശ്യങ്ങളൊക്കെ. അതിനുശേഷം വീട്ടിലേക്ക് എത്തിച്ചത് നമ്മൾ കണ്ടു. ഏറെ ബുദ്ധിമുട്ടിയാണ്. കാരണം പ്രിയപ്പെട്ട മണ്ണാണ്, വി എസിന്റെ പ്രിയപ്പെട്ട മണ്ണാണ് ആലപ്പുഴ. വി എസ് കർഷക തൊഴിലാളികൾക്ക് വേണ്ടി വി എസിന്റെ ഈ പലതരത്തിൽ പക്ഷേ വള്ളത്തിലൊക്കെ ഇരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വി എസിന്റെ പഴയ കഥകൾ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അത്രത്തോളം കഥകളുള്ള വി എസിന്റെ മണ്ണിൽ, വി എസിന്റെ സ്വന്തം മണ്ണിൽ, വി എസിന്റെ പ്രിയപ്പെട്ട മണ്ണിൽ വി എസ് എത്തുമ്പോൾ അവിടെയും ആളുകൾ ഒത്തുകൂടി. വേലിക്കകത്തെ വീട്ടിൽ വൈകാരികമായ നിമിഷങ്ങൾ കണ്ടു. അവിടെയും ഈ പാർട്ടി നിശ്ചയിച്ച സമയക്രമമൊക്കെ തെറ്റി. അതിനുശേഷം അവിടെ നിന്ന് DC ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ ഈ പൊതുദർശനമൊക്കെ സമയം ചുരുക്കിയെങ്കിലും അവിടെ നിന്നും കൃത്യസമയം പാലിക്കാൻ കഴിഞ്ഞില്ല. ഈ DC ഓഫീസ്, അതായത് വി എസ് ഇനിഷ്യേറ്റീവ് എടുത്ത് വി എസ് നിർമ്മിച്ചു കൊടുത്ത വി എസിന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ പേരിലുള്ള പാർട്ടി ഓഫീസിലടക്കം വലിയ ജനാവലി, അവിടുത്തെ റോഡുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, മനുഷ്യരെ കൂടെ നിറയുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം റിക്രിയേഷൻ സെന്ററിലേക്ക് പോയപ്പോഴും
പലപ്പോഴും നമ്മൾ കണ്ടു. ആ ബീച്ചിലൊക്കെ നീണ്ട 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 ക്യൂ ആയിരുന്നു അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായിരുന്നു നോക്കുക കാണാൻ. എല്ലാം കഴിഞ്ഞ് ഏതാണ്ട് 9 മണിയോടുകൂടി വലിയ ചുടുകാട്ടിലേക്ക് എത്തുമ്പോൾ ഇവിടെയും ആ വാഹനമൊന്നും ഇങ്ങോട്ടേക്ക് എത്താൻ പോലും കഴിയാത്തത്ര തരത്തിലേക്ക് ആൾക്കൂട്ടം, ജനത്തിരക്ക്, VS-നെ സ്നേഹിക്കുന്നവരുടെ തിരക്ക്, അവരുടെ മുദ്രാവാക്യം വിളി, മഴയെ അവർ വകവെച്ചില്ല, തിരക്കുകളെ വകവെച്ചില്ല. അവരങ്ങനെ പ്രിയപ്പെട്ട നേതാവിന് അവസാനമായി യാത്രാമൊഴി നൽകാൻ അവിടേക്ക് എത്തി. അങ്ങനെ അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM-ന്റെ ദേശീയ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതേപോലെ തന്നെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, ആ നേതാക്കളൊക്കെ സാക്ഷിയായി മകൻ അരുൺകുമാർ, VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാർ ഈ ചിതയ്ക്ക് തീ കൊളുത്തി. അങ്ങനെ VS കത്തുന്ന ഓർമ്മയായി. VS-നെ കുറിച്ച് ആലപ്പുഴക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതങ്ങനെ കെട്ടുപോകുന്ന തീയല്ല, കൊള്ളിയാൻ പോലെ കത്തും പോലും അത് ജ്വലിച്ച് തീ പടരുന്ന ഒരു ഓർമ്മയായി മാറുമെന്നുള്ളത്. സ്വാഭാവികമായും അത് ശരിയാണ്, VS ജ്വലിക്കുന്ന ഓർമ്മയാണ്. കാരണം VS-നെ കാണാനെത്തി ഇന്നിപ്പോൾ വൈറലായ ഒരു മുദ്രാവാക്യമാണ്. ഒരു പെൺകുട്ടി വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന്, അതായത് ഒരു കൊച്ചു കുഞ്ഞ്, കൂടിപ്പോയി അതിന് 4-5 വയസ്സേ ഉള്ളൂ, ആ 4-5 വയസ്സുള്ള ഒരു കുഞ്ഞ് VS-ന് ഇതുവരെ കേട്ട മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച നമ്മൾ കേട്ടതാണ്. അപ്പോൾ അത്രത്തോളം എല്ലാ തലമുറകൾക്കും പ്രിയപ്പെട്ടവനായിരുന്നു VS എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത തലമുറയ്ക്ക് VS ഒരു പഠന പുസ്തകമായി, ഒരു ചരിത്രമായി മാറും. ഏതായാലും വലിയ ചുടുകാട്ടിലെ വിപ്ലവ നായകന്മാരുടെ പട്ടികയിലേക്ക്, അവർ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ പട്ടികയിലേക്ക്, P കൃഷ്ണപിള്ളയ്ക്കും അതേപോലെ തന്നെ TV തോമസിൻ്റെയും ഒക്കെ ആ പട്ടികയിലേക്ക്, KR ഗൗരിയമ്മയുടെ ഒക്കെ പട്ടികയിലേക്ക് അവരുടെ പ്രിയപ്പെട്ട VS അച്യുതാനന്ദൻ ഇനി അന്ത്യവിശ്രമം കൊള്ളും. മകൻ അരുൺകുമാർ അടക്കം ഇപ്പോൾ വേലിക്കകത്തെ വീട്ടിലുണ്ട്. SK റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.